זה לא יהיה. לא תקום מדינה פלסטינית ממערב לירדן. പാലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാവില്ല. ഞങ്ങളുടെ രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ ഒരു ഭീകര രാഷ്ട്രം ഉണ്ടാകുന്നതിന്റെ പ്രതികരണം ഞാൻ അമേരിക്കയിൽ നിന്ന് മടങ്ങി എത്തിയ ശേഷം ഉണ്ടാകും. יש לי מסר ברור. ഒക്ടോബർ 7 കൂട്ടക്കുരുതിക്ക് ശേഷം പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്ന ലോക രാജ്യങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ തീവ്രവാദത്തിന് വലിയ വില നൽകുകയാണ്. לא תקום מדינה פלסטינית ממערב לירדן. ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് പലസ്തീൻ രാജ്യം ഉണ്ടാകില്ല. അത് സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളാണ് ഇത്. UK അടക്കം 10 രാജ്യങ്ങൾ പലസ്തീനെ പ്രത്യേക രാജ്യമായി അംഗീകരിച്ച സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ ഈ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. UK, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ നീക്കം തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്നതാണ് എന്നും സമാധാനം അവിടെ ഉടലെടുക്കുന്നില്ല എന്നുമാണ് പലസ്തീൻ വാദത്തിന്റെ പശ്ചാത്തലത്തിൽ നെതന്യാഹുവിന്റെ വാക്കുകൾ. പലസ്തീൻ എന്നൊരു രാജ്യം ലോകത്ത് ഉണ്ടാവുകയില്ല എന്ന് നെതന്യാഹു പറയുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള കൊമ്പുകോർക്കലുകൾക്ക് പിന്നിൽ എന്താണ് ഉള്ളത്? സെപ്റ്റംബർ 21 ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചത്. പലസ്തീൻ ഇസ്രായേൽ സഹവർത്തിത്വം എന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ച് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും സംസാരിക്കുന്നുണ്ട്. CBS ന്യൂസിന്റെ ഫേസ് ദി നേഷൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്റെ നയം വ്യക്തമാക്കിയത് അവർക്ക് ഒരു രാഷ്ട്രം വേണം, അവർക്ക് ഒരു രാഷ്ട്രം വേണ്ടതാണ് എന്ന് തന്നെയായിരുന്നു. പലസ്തീനെയും ഇസ്രായേലിന്റെയും സമാധാനപരമായ ഭാവിക്കായി എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന വാഗ്ദാനത്തോടെയാണ് പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കണമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാക്കാണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമാധാനപരമായ സഹവർത്തിത്വമാണ് ഈ രാജ്യതലവന്മാർ ലക്ഷ്യം വെക്കുന്നത് എങ്കിലും ഇതുകൊണ്ടൊന്നും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ വിമുഖത ഉള്ളവരുടെ നിലപാട്. അന്താരാഷ്ട്ര നിയമപ്രകാരം രാജ്യം എന്ന നിലയിൽ പലസ്തീൻ പൂർണ്ണമായും നിലവിലില്ല എന്ന അഭിപ്രായമാണ് ഇക്കൂട്ടർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ദേശത്തെ രാഷ്ട്രമായി അംഗീകരിക്കാൻ പ്രധാനമായും 4 മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. 1 സ്ഥിരമായ ജനസംഖ്യ, 2 നിർവചിക്കപ്പെട്ട അതിരുകൾ, 3 പ്രവർത്തനക്ഷമമായ ഭരണകൂടം, 4 മറ്റു രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ശേഷി. എന്നാൽ ഈ 4 മാനദണ്ഡങ്ങളിലും പലസ്തീൻ പരാജയപ്പെടുന്നു എന്നാണ് പലസ്തീൻ രാജ്യമല്ല എന്ന് അവകാശപ്പെടുന്നവരുടെ വാദം. ഈ ആരോപണങ്ങൾ ഓരോന്നിനെയും വിശദമായി നമുക്ക് പരിശോധിച്ചു നോക്കാം. പലസ്തീന്റെ അതിരുകൾ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. വെസ്റ്റ് ബാങ്ക്, ഗാസ, കിഴക്കൻ ജെറുസലേം എന്നിവയാണ് തങ്ങളുടെ ഭൂപ്രദേശമായി പലസ്തീൻ അവകാശപ്പെടുന്നത് എങ്കിലും ഈ പ്രദേശങ്ങളെല്ലാം ഇസ്രായേലിന്റെ സൈനിക രാഷ്ട്രീയ നിയന്ത്രണത്തിലാണ് എന്നതാണ് വാസ്തവം. അതിനാൽ സ്വതന്ത്ര രാജ്യത്തിന്റെ ഭൂമി എന്നത് ഒരു ആശയം മാത്രമായാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. രണ്ടാമതായി, പലസ്തീനിൽ ഒരു ഏകാധിപത്യ ഭരണകൂടമോ ദേശീയ ഭരണകൂടമോ ഇല്ല എന്നതാണ്. പലസ്തീൻ അതോറിറ്റി എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും അതിന് പൂർണ്ണമായ അധികാരമില്ല. സുരക്ഷയുടെയും അതിർത്തിയുടെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും എല്ലാം നിയന്ത്രണം ഇസ്രായേലിനാണ്. ഗാസയിൽ ഹമാസ് ഭരണകൂടം നേരിട്ട് പ്രവർത്തിക്കുന്നത് വഴി പലസ്തീനിൽ 2 രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നതല്ലാതെ രാജ്യം എന്ന് വിളിക്കാവുന്ന ഏക കേന്ദ്ര അധികാരം ഇല്ല. ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീന്റെ സ്ഥാനം ഒബ്സർവർ സ്റ്റേറ്റ് എന്ന നിലയിലാണ്. അതിനുമപ്പുറം പൂർണ്ണ അംഗരാജ്യമായി അംഗീകാരമോ അവകാശമോ പലസ്തീനില്ല. അതിനു പുറമെ സ്വന്തം നിയമം നടപ്പാക്കുന്ന അധികാരം, സ്വന്തം അതിർത്തി സംരക്ഷിക്കുന്ന സൈനിക ശക്തി, സ്വന്തം വിദേശ നയം, ഇതൊന്നും പലസ്തീനില്ല. ഗാസയിൽ പോലും വായുമാർഗവും കടൽ മാർഗവും ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. ഇക്കാരണത്താൽ സ്വതന്ത്ര രാജ്യാധികാരം എന്നത് പലസ്തീനെ ഒരു സ്വപ്നം മാത്രമായി അവശേഷിപ്പിക്കുകയാണ്. പലസ്തീനിലെ ജനങ്ങൾ താമസിക്കുന്നത് സ്വന്തം ഭൂമിയിൽ തന്നെയാണ്. പക്ഷേ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് അവർ പോരാട്ടം നടത്തുന്നത്. നിയമപരമായി നോക്കുകയാണെങ്കിൽ പലസ്തീൻ ഇപ്പോഴും ഒരു രാജ്യമല്ല. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാതിരിക്കാൻ പൊതുവെയുള്ള ചില വിശദീകരണങ്ങൾ മാത്രമാണ് ഇതെല്ലാം. ഇനി പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാതിരിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. രാഷ്ട്രീയ, സൈനിക, മതപര, സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഇസ്രായേൽ പലസ്തീന്റെ സ്വതന്ത്ര രാജ്യ പദവിയെ എതിർക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ വാദം ഇസ്രായേലിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ളതാണ്.
പലസ്തീന് ഒരു സ്വതന്ത്ര രാഷ്ട്ര പദവി കൊടുക്കുകയാണ് എങ്കിൽ അത് തെല്ലും വൈകാതെ തീവ്രവാദത്തിന്റെ കേന്ദ്രമാകും എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത്. അതിനായി ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങളും ആയുധ സംഘർഷങ്ങളും ചാവേർ ബോംബ് ആക്രമണങ്ങളും ഇസ്രായേൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല, പലസ്തീൻ ഒരു രാജ്യമാവുകയാണെങ്കിൽ അതിന് സ്വന്തം സൈനിക ശക്തി ഉണ്ടായിരിക്കുമെന്നും അത് തങ്ങൾക്ക് ഭീഷണിയായിരിക്കുമെന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് പലസ്തീൻ നടത്തുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. മാത്രവുമല്ല, യഹൂദർക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ജെറുസലേം. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് വഴിയായി ജെറുസലേമിന്റെ നിയന്ത്രണം നഷ്ടമാകുമെന്നാണ് ഇസ്രായേൽ ഭയക്കുന്നത്. 1967 അതിർത്തിയാണോ അതേ ഒത്തുതീർപ്പ് രേഖപ്പെടുത്തിയ ഭൂമിയാണോ പലസ്തീൻ അതിർത്തിയായി സ്വീകരിക്കുന്നത് എന്നതാണ് ഇസ്രായേലിന്റെ മറ്റൊരു ചോദ്യം. വെസ്റ്റ് ബാങ്കിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയാൽ തങ്ങൾ ആക്രമിക്കപ്പെടും എന്ന ഭയവും ഇസ്രായേലിനുണ്ട്. പലസ്തീന്റെ സ്വതന്ത്ര രാജ്യ പദവിയെ എതിർക്കാൻ ഇതും ഇസ്രായേലിന് ഒരു കാരണം കൂടിയാണ്. വെസ്റ്റ് ബാങ്കിൽ ലക്ഷക്കണക്കിന് ഇസ്രായേൽ കുടിയേറ്റക്കാർ താമസിക്കുന്നുണ്ട്. ഈ കോളനികൾ പലതും നഗരങ്ങളായി മാറിയിരിക്കുകയാണ്. പലസ്തീൻ രാജ്യം അംഗീകരിക്കുകയാണ് എങ്കിൽ ഈ കോളനികളെല്ലാം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെടും. പലസ്തീൻ രാജ്യം അംഗീകരിക്കുകയാണ് എങ്കിൽ അഭയാർത്ഥികളുടെ തിരിച്ചുവരവ് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാവുകയും അത് ജൂത ജനസംഖ്യയെ ന്യൂനപക്ഷമാക്കി മാറ്റുകയും ചെയ്യും. അവിടെ അറബ് രാഷ്ട്രങ്ങളുടെയും മുസ്ലിം രാഷ്ട്രങ്ങളുടെയും വലിയ വിജയമായിരിക്കും പലസ്തീൻ രാജ്യം. ഇത് ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ഇതിനു പുറമെ മതപരമായ ഒരു വാദവും ഇസ്രായേൽ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവം വാഗ്ദത്ത നാട് നൽകിയത് യഹൂദർക്കാണ്. അതുകൊണ്ട് തന്നെ യഹൂദരല്ലാത്ത ഒരു മതവിഭാഗത്തിന് ഈ പ്രദേശം നൽകാൻ ഇസ്രായേൽ തയ്യാറല്ല. ചുരുക്കത്തിൽ സുരക്ഷ, രാഷ്ട്രീയം, മതം, ഭൂമിശാസ്ത്രം ഇങ്ങനെ പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലസ്തീൻ രൂപീകരണത്തെ ഇസ്രായേൽ എതിർക്കുന്നത് എന്ന് ചുരുക്കം. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് വർത്തമാനകാല രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നബാധിത പ്രദേശമായ പലസ്തീന്റെ ചരിത്രമാണ്. പാലസ്തീൻ അതോറിറ്റി എന്നും പലസ്തീൻ ടെറിട്ടറീസ് എന്നും അറിയപ്പെടുന്ന പലസ്തീൻ ജോർദാൻ നദിക്ക് പടിഞ്ഞാറും ചാവുകടലിന് വടക്കു പടിഞ്ഞാറുമായാണ് സ്ഥിതി ചെയ്യുന്നത്. യഹൂദ, ക്രൈസ്തവ, ഇസ്ലാം മതങ്ങളുടെ സംഗമ ഭൂമിയായിട്ടാണ് പലസ്തീനെ പുരാതന കാലം മുതൽ കണക്കാക്കി പോരുന്നത്. ജോർദാൻ നദിക്ക് പടിഞ്ഞാറുള്ള പ്രദേശമായിരുന്നു കാനാൻ പ്രദേശം. ആ പ്രദേശത്തിന്റെ തെക്ക് കിഴക്ക് താമസിച്ചിരുന്ന ഫിലിസ്തീന്മാരിൽ നിന്നാണ് പലസ്തീൻ എന്ന പേരുണ്ടായത് എന്നാണ് പറയുന്നത്. AD 634 വരെ വിവിധ ജനതകളും സാമ്രാജ്യങ്ങളും സഹവർത്തിത്വത്തോടെ ഇവിടെ കഴിഞ്ഞു പോന്നിരുന്നു. ഈജിപ്ഷ്യന്മാർ, അസീറിയക്കാർ, പേർഷ്യക്കാർ, റോമാക്കാർ തുടങ്ങിയവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 634 കഴിഞ്ഞതോടെ കഥ മാറുകയായിരുന്നു. മുസ്ലിങ്ങൾ പലസ്തീൻ കീഴടക്കിയതായിരുന്നു അത്. ഏകദേശം 400 വർഷത്തോളം പലസ്തീൻ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. 19-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ ശക്തികൾ ഇവിടെ ശക്തമായ ഇടപെടലുകൾ ആരംഭിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒട്ടോമൻ സാമ്രാജ്യം പരാജയപ്പെട്ടതോടെ പലസ്തീൻ ബ്രിട്ടന്റെ അധികാര പരിധിയുടെ ഭാഗമായി. 1917 നവംബർ 2 ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ജെയിംസ് ബാൽഫർ പുറപ്പെടുവിച്ച പിൽക്കാലത്ത് ബാൽഫർ പ്രഖ്യാപനം എന്ന് അറിയപ്പെട്ട പ്രഖ്യാപനം ഇവിടെ നിർണായകമാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടൻ യഹൂദരുടെ പിന്തുണ നേടാൻ ശ്രമിച്ചതായിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലം. യൂറോപ്പിൽ യഹൂദർ നേരിടുന്ന പീഡനങ്ങൾക്ക് പരിഹാരമായി ഒരു രാജ്യം അല്ലെങ്കിൽ ദേശീയ ഭവനം ആവശ്യമാണ് എന്ന ആശയം ഇതോടനുബന്ധിച്ച് ഉയർന്നു വരികയായിരുന്നു. ഈ പ്രദേശത്തെ 2 രാജ്യങ്ങളായി വിഭജിക്കാനായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനവും. ഒന്ന് യഹൂദ രാജ്യവും മറ്റൊന്ന് അറബ് രാജ്യവും. ഈ നിർദ്ദേശം യഹൂദർ അംഗീകരിച്ചു. അതോടെ ഇസ്രായേൽ എന്ന രാജ്യം ഉടലെടുത്തു. 1948 മെയ് 14 ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദന്മാർ ഇസ്രായേലിലേക്ക് അങ്ങനെ കുടിയേറ്റവും ആരംഭിച്ചു. യഹൂദർ തങ്ങൾക്ക് സ്വതന്ത്രമായ രാഷ്ട്രം എന്ന തീരുമാനം അംഗീകരിക്കുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തപ്പോഴും അറബ് നേതാക്കൾ ഈ തീരുമാനത്തോട് വിമുഖതയാണ് പുലർത്തിയത്. ഭൂപ്രദേശം അന്യായമായി യഹൂദർക്ക് കൂടുതൽ നൽകിയെന്നും യഹൂദരുടെ കുടിയേറ്റം തങ്ങളുടെ ചരിത്ര അവകാശത്തെ നിഷേധിക്കുന്നുവെന്നുമായിരുന്നു ഇതിന് അവർ പറഞ്ഞ കാരണം. ഇസ്രായേൽ രൂപീകരണത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ അറബ് രാജ്യങ്ങളായ ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ്, ലെബനോൻ എന്നിവ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി അറബ് ഇസ്രായേൽ യുദ്ധത്തിന് അങ്ങനെ തുടക്കം കുറിക്കുകയായിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനായിരുന്നു സമ്പൂർണമായ വിജയം. ഇതോടെ UN പദ്ധതിയിൽ നൽകിയ ഭൂമിക്ക് മുകളിലും ഇസ്രായേൽ നിയന്ത്രണം നേടുകയുണ്ടായി. വെസ്റ്റ് ബാങ്ക്, ജോർദാനും ഗാസ, ഈജിപ്തും പിടിച്ചെടുത്തു എന്നതും ഇതോട് കൂട്ടിച്ചേർത്ത് നമ്മൾ കാണേണ്ടതാണ്. അറബ് ഇസ്രായേൽ യുദ്ധം അഭയാർത്ഥി പ്രവാഹത്തിന് വഴിതെളിച്ചു. 7 ലക്ഷത്തോളം പലസ്തീനികൾക്ക് സ്വദേശം വിട്ടു പോകേണ്ടതായി വന്നു. അവര് ജോർദാൻ, ലെബനൻ, സിറിയ, ഗാസ എന്നിവിടങ്ങളിൽ ചേക്കേറുകയാണുണ്ടായത്.
1967 ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടു. 6 ദിവസത്തെ ആ യുദ്ധത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കും ഗാസയും പിടിച്ചെടുത്തു. ഇതോടെ പലസ്തീന്റെ രാഷ്ട്രീയ ഭാവി കൂടുതൽ സങ്കീർണമായി മാറുകയും ചെയ്തു. ഇവിടെ പരാമർശിക്കേണ്ട മറ്റൊരു പേരാണ് യാസർ അറാഫത്തിൻ്റെത്. പലസ്തീൻ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അറബ് ലീഗിന്റെ പിന്തുണയോടെയാണ് യാസർ അറാഫത്ത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. 1964 അത്. പലസ്തീൻ ജനതയുടെ ദേശീയത സംരക്ഷിക്കുക, അധീനതയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക, അഭയാർത്ഥികൾക്ക് വീട് നൽകുക തുടങ്ങിയവയായിരുന്നു ഈ വിമോചന സംഘടനയുടെ ലക്ഷ്യങ്ങൾ. പക്ഷേ വിമോചനത്തിന്റെ പേരും പറഞ്ഞ് ഇസ്രായേലിനെതിരെ ഗറില്ല ആക്രമണങ്ങളും ഭീകര പ്രവർത്തനങ്ങളും നടത്തുകയാണ് സംഘടന ചെയ്തത് എന്നതും പരസ്യമായ ഒരു രഹസ്യമാണ്. എന്നാൽ ഈ ആക്രമണങ്ങളും പലസ്തീന് ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും ചില തിരിച്ചറിവുകളുടെയും നഷ്ടബോധത്തിന്റെയും പശ്ചാത്തലത്തിൽ 1988 യാസർ അറാഫത്ത് പലസ്തീൻ സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിക്കുകയും ഒരു രാജ്യമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. ഇസ്രായേലിനൊപ്പം പിറക്കേണ്ട പലസ്തീൻ എന്ന രാജ്യം അങ്ങനെ വളരെ വൈകി പിറവിയെടുക്കുകയായിരുന്നു. കൂടുതൽ ഭൂപരിധിക്ക് വേണ്ടി ശബ്ദമുയർത്തി ഉള്ളതുകൂടി നഷ്ടപ്പെടുത്തി കളഞ്ഞ പലസ്തീൻ ഇവിടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. പലസ്തീൻ രൂപമെടുത്തതോടെ ആദ്യം അതിനെ രാജ്യമായി അംഗീകരിച്ചത് അൾജീരിയയായിരുന്നു. തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള 78 രാജ്യങ്ങളും ഇറാഖ് ഭരിച്ചിരുന്ന സദാം ഹുസൈൻ പലസ്തീന് കടുത്ത പിന്തുണയാണ് നൽകിയതും. ഇതേ അവസരത്തിൽ തന്നെയാണ് ഹമാസും രൂപമെടുത്തത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ സദാം ഹുസൈനുമായിരുന്നു. ജോർദാനും ഈജിപ്തുമാകട്ടെ സ്വന്തം നിയന്ത്രണത്തിലുള്ള ഭൂമിയിൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അനുകൂലിച്ചിരുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. ഇതും പ്രശ്നങ്ങളെ സങ്കീർണമാക്കുകയാണ് ചെയ്തത്. അറബ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏകോപന കുറവ് പലസ്തീൻ രാജ്യത്തിനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്നതും പ്രധാനമാണ്. ചുരുക്കത്തിൽ ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമായപ്പോൾ പലസ്തീന് സ്വതന്ത്ര രാഷ്ട്രം ആകാൻ കഴിയാതെ പോയത് ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതി അറബ് ജനത നിരസിച്ചതുകൊണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പലസ്തീൻ ഭൂമിയുടെ സിംഹഭാഗവും നഷ്ടപ്പെട്ടതും ജോർദാനും ഈജിപ്തും പലസ്തീന്റെ രൂപീകരണം തടഞ്ഞതും ഇസ്രായേലിന്റെ സ്വാധീനം വർദ്ധിച്ചതും ഇക്കാര്യത്തിൽ തുല്യ പങ്ക് വഹിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഇസ്രായേൽ അംഗീകരിച്ചതുപോലെ പലസ്തീനും സമ്മതം നൽകിയിരുന്നു എങ്കിൽ ഇന്നത്തേതുപോലെ സംഘർഷം ഉടലെടുക്കുമായിരുന്നില്ല എന്ന് ആരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇസ്രായേലിനെ അംഗീകരിക്കുകയില്ല എന്നും ഇസ്രായേൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശം പലസ്തീൻ്റെതാണ് എന്നുമുള്ള അറബ് രാജ്യങ്ങളുടെ കടുംപിടുത്തമാണ് ഇത്രയും കാലം പ്രശ്നം പരിഹരിക്കാതെ പോയതിൻ്റെയും ഇന്നും പ്രശ്നം രൂക്ഷമായി നിലനിൽക്കുന്നതിൻ്റെയും കാരണം. എന്നാൽ ഇന്ന് പലസ്തീനു വേണ്ടി വാദിക്കുന്ന ശബ്ദമുയർത്തുന്ന പല രാജ്യങ്ങളും ഇക്കാര്യം സമ്മതിക്കാൻ തയ്യാറാകുന്നുമില്ല. 1948 കൂടുതൽ വിസ്തൃതിയിൽ രൂപീകരിക്കേണ്ടിയിരുന്ന പലസ്തീൻ എന്ന രാജ്യം ഇപ്പോൾ വളരെ കുറച്ച് ഭൂവിസ്തൃതിയിൽ രൂപീകരിക്കാൻ പോകുന്നുവെന്നതിനാണ് പല രാജ്യങ്ങളും ആഘോഷം മുഴക്കുന്നത് എന്നതാണ് ഇക്കാര്യത്തിലുള്ള ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഇസ്രായേലിനെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, ഇസ്രായേലിനെ മുച്ചൂടും നശിപ്പിക്കണമെന്നുള്ള പിടിവാശിയുമാണ് പലസ്തീന് വിനയായി മാറിയത് എന്ന് ചുരുക്കം. പലസ്തീന്റെ ഈ പിടിവാശിക്ക് മുന്നിൽ ജീവൻ അറ്റുപോയതും നാശനഷ്ടങ്ങൾ ഉണ്ടായതും സാധാരണക്കാർക്ക് മാത്രമായിരുന്നു. 10,000-കണക്കിന് പലസ്തീനികളും ഇസ്രായേൽക്കാരും അതിന്റെ ഇരകളായി മാറി. പരസ്പരമുള്ള വൈരത്തിനും പകരം വീട്ടലിനും തിരിച്ചടിക്കുമിടയിൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായതും ഇസ്രായേലിനല്ല പലസ്തീന് തന്നെയായിരുന്നു. ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ നിന്നെങ്കിലും പാഠം പഠിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങളിൽ നിന്ന് പലസ്തീൻ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ സംഭവിച്ചത് അതൊന്നും ആയിരുന്നില്ല. ഒളിപ്പോരുകളും ചാവേറാക്രമണങ്ങളും കൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു പലസ്തീന്റെ ഒരേ ഒരു ലക്ഷ്യം. 1993 ആയപ്പോഴേക്കും അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി സ്വദേശക്കാരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് പച്ചക്കൊടി വീശുകയുണ്ടായി. തർക്കവിഷയമായ ഈസ്റ്റ് ജെറുസലേം പ്രശ്നങ്ങൾ, പലസ്തീൻ അഭയാർത്ഥികൾ തുടങ്ങിയവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ച് ഗോലാൻ കുന്നുകളും വെസ്റ്റ് ബാങ്കും ഗാസയും പലസ്തീന് വിട്ടുകൊടുക്കാൻ അന്ന് ഇസ്രായേൽ തയ്യാറായിരുന്നു. ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച സമാധാന കരാർ നടപ്പിലാക്കി പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇതിനായി 1993 സെപ്റ്റംബർ 13 ഒപ്പുവെച്ച ഉടമ്പടി ഓസ്ലോ കരാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്സാഖ് റാബിനും യാസർ അറാഫത്തുമായിരുന്നു ഇതിൽ ഒപ്പുവെച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ കരാറിന് സാക്ഷിയുമായി മാറി. ഇതോടെ സമാധാനപരമായ അന്തരീക്ഷം ഉടലെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായി. പക്ഷേ ഓസ്ലോ കരാറിനെ പലസ്തീന്റെ ഹമാസും ഇസ്രായേലിലെ തീവ്ര യഹൂദപക്ഷവും ഒരുപോലെ എതിർത്തതോടെ കരാർ അനിശ്ചിതത്വത്തിലായി മാറി.
തീവ്ര യഹൂദപക്ഷത്തിന്റെ അഭിപ്രായം പലസ്തീൻ വേണ്ട, യഹൂദർ മാത്രം മതി എന്നായിരുന്നു. ഹമാസിൻ്റെതാകട്ടെ ഇസ്രായേൽ വേണ്ട, പലസ്തീൻ മാത്രം മതി എന്നുമായിരുന്നു. ഇത് രണ്ട് രാജ്യങ്ങളിലും സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചു. ഇതൊടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ജീവൻ എടുക്കുന്നതിൽ വരെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ചരിത്രം. ഇതോടെ സമാധാന ശ്രമങ്ങൾക്ക് തിരശ്ശീല വീഴുകയായിരുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. 2005 ഇസ്രായേൽ ഗാസ മുനമ്പിൽ നിന്നുള്ള പിൻവാങ്ങൽ പൂർത്തിയാക്കിയിരുന്നു. ഇതിന്റെ നിയന്ത്രണം പലസ്തീനികൾക്ക് കൈമാറുകയും ചെയ്തു. അതോടെ അറബ് ആശങ്കകൾക്ക് താൽക്കാലികമായിട്ട് എങ്കിലും ശമനം ലഭിച്ചിരുന്നു. പക്ഷേ അതും താൽക്കാലികമായിരുന്നു. 2023 ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചും വളരെ നിർണായകമായിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന് നേരെ ഭീകരാക്രമണം നടത്തി വീണ്ടും സ്ഥിതിഗതികൾ വഷളാക്കി. ഇതോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇസ്രായേൽ സൈന്യത്തെ ഗാസ മുനമ്പിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ നിർബന്ധിതരാക്കുകയായിരുന്നു. പലസ്തീൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയിക്കോട്ടെ എന്നായിരുന്നു അതുവരെയുള്ള ഇസ്രായേലിന്റെ നിലപാട്. പക്ഷേ തങ്ങൾക്കെതിരെയുള്ള ആക്രമണം ക്ഷമിക്കാൻ ഇസ്രായേലിന് കഴിയുമായിരുന്നില്ല. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുക്കാൻ ഇതോടെ ഇസ്രായേൽ നിർബന്ധിതരാവുകയായിരുന്നു. ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം ഹമാസ് 1200 പേരെ കൊന്നു. അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു. ഏകദേശം 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഗാസയിലെ യുദ്ധത്തിൽ 65,000-ലധികം ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരും കുട്ടികളുമാണ് എന്ന് പറയപ്പെടുന്നു. പ്രാദേശിക ആരോഗ്യ അധികൃതരുടെ കണക്കനുസരിച്ച് ഗാസയിലെ യുദ്ധത്തിൽ ഇതുവരെ 65,000-ലധികം പേർ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ്. ഇങ്ങനെ സ്ഥിതിഗതികൾ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ദ്വിരാഷ്ട്ര ആശയവുമായി പല രാജ്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇസ്രായേൽ ഇതുവരെ ഇല്ലാത്ത മുഖം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പലതവണ പലസ്തീനോട് സഹിഷ്ണുത പുലർത്തിയ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായ ഇസ്രായേൽ തങ്ങളുടെ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ടാണ് തുടക്കത്തിൽ നാം നെതന്യാഹുവിന്റെ വാക്കുകൾ കേട്ടത്. לא תקום מדינה פלסטינית ממערב לירדן. ഇനി പലസ്തീൻ എന്നൊരു രാജ്യം വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി ഏതെങ്കിലും വിധത്തിലുള്ള സന്ധി സംഭാഷണങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഹമാസ് ആയുധം അടിയറവ് വെച്ച് ബന്ദികളെ വിട്ടയക്കണം എന്ന നിബന്ധനയാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് സാധ്യമാകുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതാണ്. കൂടാതെ ജെറുസലേമിന്റെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടാകാതെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം. ഇതിന് സമാന്തരമായി മറ്റൊരു വിഷയത്തിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും ചരിത്രപരമായ പ്രാധാന്യം ഉള്ളതുകൂടിയായ വിശുദ്ധ ബൈബിൾ എന്ന മതഗ്രന്ഥത്തിൽ പലസ്തീൻ എന്ന പേരിൽ നേരിട്ടൊരു രാഷ്ട്രത്തെയോ ദേശത്തെയോ പരാമർശിക്കുന്നില്ല എന്നതും ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. എന്നാൽ ഫിലിസ്തീർ എന്ന പരാമർശം ബൈബിളിൽ കാണപ്പെടുന്നുമുണ്ട്. കടലോര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ജനവിഭാഗമായിട്ടാണ് ഫിലിസ്തീനെ പഴയ നിയമ ഭാഗങ്ങളിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. ഫിലിസ്തീനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് പലരുടെയും ഓർമ്മയിലേക്ക് കടന്നു വരുന്ന ചരിത്രം ഗോലിയാത്തിൻ്റെതായിരിക്കും. ദാവീദ് പരാജയപ്പെടുത്തിയ ഗോലിയാത്ത് തന്നെ. ഇസ്രായേൽക്കാരുടെ പ്രധാന ശത്രുക്കളായിരുന്നു ഫിലിസ്തീർ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷേ ബൈബിളിൽ ഇസ്രായേൽ എന്ന വാക്ക് വളരെ പ്രധാനമാണ്. വ്യക്തമായ ഒരു ദേശത്തെയും ദൈവത്തിന്റെ ജനത്തെയും നിയമത്തെയും എല്ലാം അത് സൂചിപ്പിക്കുന്നുമുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും ഇസ്രായേൽ എന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് പുരോഗമിക്കുന്നതും. ദൈവം തിരഞ്ഞെടുത്ത ജനതയായിട്ടാണ് ഇസ്രായേലിനെ ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. യാക്കോബിന് ദൈവം നൽകിയ പേര് തന്നെ ഇസ്രായേൽ എന്നാണ്. പിൽക്കാലത്ത് യാക്കോബിന്റെ സന്തതി പരമ്പരകൾ മുഴുവനും ഇസ്രായേൽ എന്നാണ് വിളിക്കപ്പെട്ടതും. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്. അതുകൊണ്ട് തന്നെ ദൈവം അവരെ കൈവിടുകയില്ല. താരതമ്യേന ചെറിയൊരു രാജ്യമായിരുന്നിട്ടും വൻ ശക്തികൾ ശ്രമിച്ചിട്ടും ഇസ്രായേൽ തകർന്നു പോകാത്തത് ദൈവത്തിന്റെ അദൃശ്യമായ കരത്തിൻ കീഴിൽ നിൽക്കുന്നത് കൊണ്ടും ദൈവം തക്ക സമയത്ത് അവരെ ഉയർത്തുന്നത് കൊണ്ടുമാണ്. അക്കാര്യം സമ്മതിക്കാതെ വയ്യ. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നപരിഹാരത്തിനായി രണ്ട് രാജ്യങ്ങൾ എന്ന പോംവഴി പരിശുദ്ധ സിംഹാസനം ഏറെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അംഗീകരിച്ചിരുന്നുവെന്നും എല്ലാ ജനതകളെയും മാനിക്കുന്ന ഒരു വ്യവസ്ഥിതിക്കാണ് നാം പരിശ്രമിക്കേണ്ടത് എന്നുമാണ് ഈ വിഷയത്തിൽ ലയോ 14 പാപ്പ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. ആയുധങ്ങൾ കൈവെടിഞ്ഞ് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പാപ്പ പരാമർശിക്കുകയുണ്ടായി. അങ്ങനെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് പ്രതീകാത്മകം മാത്രമാണ് എന്ന നിഗമനത്തിലാണ് നാം ഒടുവിൽ എത്തിച്ചേരുന്നത്.
അന്താരാഷ്ട്ര അംഗീകാരമുള്ള അതിർത്തികളോ തലസ്ഥാനമോ സൈന്യമോ ഇല്ലാതെ പിന്നെ എങ്ങനെ പലസ്തീൻ ഒരു രാജ്യമായി പരിഗണിക്കപ്പെടും? ഉണ്ടെന്നും ഇല്ലെന്നും പറയാവുന്ന ഒരു രാജ്യമാണ് പലസ്തീൻ എന്നതാണ് വാസ്തവം. ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഏറെ സംഘർഷങ്ങൾ രൂപം എടുത്തിരിക്കുന്നത്. വലിയ തോതിൽ അന്താരാഷ്ട്ര അംഗീകാരവും പല രാജ്യങ്ങളിലും നയതന്ത്ര കാര്യാലയങ്ങളും ഉണ്ട് എങ്കിലും പലസ്തീന് അന്താരാഷ്ട്ര അംഗീകാരമുള്ള അതിർത്തികളോ തലസ്ഥാനമോ സൈന്യമോ ഇല്ല. എന്നിട്ടും എങ്ങനെയാണ് പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ കഴിയുന്നത്? ചോദ്യങ്ങൾ പലതുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. എത്ര രാജ്യങ്ങൾ പലസ്തീന്റെ രാജ്യപദവിയെ അംഗീകരിച്ചിട്ടും കാര്യമില്ല. അന്തിമ തീരുമാനം UN-ന്റെ ഏറ്റവും ശക്തമായ രക്ഷാസമിതിയുടേതാണ്. രക്ഷാസമിതിയുടെ തീരുമാനം എന്തായിരിക്കുമെന്നതാണ് പ്രധാനം. ആ തീരുമാനം എന്തു തന്നെയായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രമേ പറഞ്ഞു വെക്കാൻ കഴിയുകയുള്ളൂ.